ഹായ്, എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് നമ്മുടെ എക്സ് ലവർ നമ്മളെക്കുറിച്ച് തന്നെ ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് നമുക്കറിയാൻ പറ്റുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാലും നമ്മൾ പലരും നമ്മളുടെ എക്സിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാറുണ്ട്. അവരുമായിട്ടുണ്ടായിരുന്ന നല്ല മെമ്മറീസും കാര്യങ്ങളൊക്കെ നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അത് നമ്മൾ ആലോചിക്കുകയും ചെയ്യും. അത്തരം മൊമെന്റ്സ് ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതുപോലെ അവർ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും. നമ്മളിൽ പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കണം. അതായത് നമ്മളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു സംഭവം തന്നെ അവർക്ക് ചിന്തിക്കാൻ പറ്റരുത്. അതേപോലെ തന്നെ അവർക്ക് ഓരോ സമയം റിഗ്രറ്റ് വന്നുകൊണ്ടിരിക്കണം. ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്. അപ്പൊ ഇതിൽ അവർ നമ്മളെക്കുറിച്ച് തന്നെ ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ തന്നെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാ ആളുകളും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും വാട്സപ്പ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ അതിൽ സ്റ്റാറ്റസും സ്റ്റോറിയും ഒക്കെ വെക്കാറുണ്ട്, പോസ്റ്റ് ഇടാറുണ്ട്, ഇതൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ അതായത് നമ്മളിങ്ങനെ ഇടുന്ന ഫോട്ടോസ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത് ലൈക്ക് ചെയ്യുന്നവരൊക്കെ നമ്മളെ അറിയുന്നവരും അല്ലെങ്കിൽ അറിയാത്തവരും ഉണ്ട്. എന്നാലും നമ്മളോട് ഇൻട്രസ്റ്റ് ഉള്ളവരും സ്നേഹമുള്ളവരൊക്കെയാണ്. നമ്മളോട് ദേഷ്യമുള്ള ആളുകളാണെങ്കിൽ ഒരിക്കലും അത് ലൈക്ക് ചെയ്യില്ല, അതല്ലെങ്കിൽ ജസ്റ്റ് ചിലപ്പോൾ നോക്കുക പോലും ചെയ്യണ്ടാവില്ല. അപ്പൊ നമ്മളിടുന്ന സ്റ്റോറീസ് ആണെന്നുണ്ടെങ്കിലും അത് അവർ കാണുന്നുണ്ടെങ്കിൽ അവരത് എപ്പോഴും നമ്മൾ ഏത് സ്റ്റോറി ഇട്ട് കഴിഞ്ഞാലും അവരത് കാണുന്നുണ്ട്. ഇപ്പൊ ഏത് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാലും ലൈക്ക് വരുന്നുണ്ട്. അതായത് അതിൻ്റെതായിട്ടുള്ള റിയാക്ഷനും അവിടെ നിന്ന് വരുന്നുണ്ട്, റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഒരു മെസ്സേജ് അയക്കുന്നുണ്ടായിരിക്കില്ല, നേരിട്ട് മെസ്സേജ് അയക്കാൻ ചിലപ്പോൾ ഒരു മടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. എന്നാൽ പോലും ഇത്തരത്തിൽ ഉള്ള ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന ഇത്തരം പെരുമാറ്റങ്ങളൊക്കെ അവരിലുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അവർ നമ്മളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഒരാൾ ചെയ്യുന്നൊരു കാര്യം എന്താണെന്നുള്ളത് അറിയോ? അതായത് ഇപ്പോൾ ഒരാളെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് ചിന്തിക്കുമ്പോൾ, അവരെ കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടാകുമ്പോൾ, ക്യൂരിയോസിറ്റി വരുന്ന സമയത്ത് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കും. അവർ വെച്ചിരിക്കുന്ന പ്രൊഫൈൽ പിക്ക് നോക്കും, അവരിട്ടിരിക്കുന്ന പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അവരെന്തെങ്കിലും പുതിയ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടോ എന്നുള്ളത് നോക്കും. എന്നിട്ട് അതൊക്കെ ഇതൊക്കെ ഒന്ന് വാച്ച് ചെയ്യും. ഇതൊക്കെയാണ് എല്ലാവരും ചെയ്യുന്നത്. ഇത് സർവ്വസാധാരണമായിട്ടും സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് അറിയോ? നമ്മളെക്കുറിച്ച് അവർ ആലോചിക്കുന്നത് കൊണ്ടും ഇപ്പോഴും നമ്മളോട് അല്ലെങ്കിൽ ഒരു ഇഷ്ടമൊക്കെ ഉള്ളത് കൊണ്ടും നമ്മുടെ അടുത്തേക്ക് വരണം എന്നൊരു ആഗ്രഹമൊക്കെ ഉള്ളത് കൊണ്ടാണ്. സോ ഇങ്ങനെ അവരിൽ കാണുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇവരുടെ അടുത്തൊക്കെ നിങ്ങളെക്കുറിച്ച് ഇവരിങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കും എന്നുള്ളതാണ്, അന്വേഷിക്കും. അവൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അവൻ എന്താ ചെയ്യുന്നത്, ഇപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നടക്കുന്നത്, പുതിയ ഏതെങ്കിലും റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ ആള് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. നമ്മളോട് ഇഷ്ടമല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളെക്കുറിച്ച് അറിയാൻ പോലും അവർ താല്പര്യം കാണിക്കില്ല. നേരെ മറിച്ച് നമ്മളോട് ഇഷ്ടമുള്ള ഒരാളാകുമ്പോഴാണ് ഇങ്ങനെ ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ അവരെങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ നിങ്ങളെ ഇപ്പോൾ അവരാരോടാ ചോദിച്ചിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരാൾ വഴി നിങ്ങൾ അറിയാൻ സാധ്യതയുണ്ട് നിന്നെക്കുറിച്ച് അവരെങ്ങനെ അല്ലെങ്കിൽ അവളെങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കുറെ കാര്യങ്ങൾ അന്വേഷിച്ചു എന്നുള്ളതൊക്കെ നിങ്ങളോട് ചിലപ്പോൾ പറയും. അപ്പൊ അങ്ങനെ ആരെങ്കിലും വഴിയൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ആളിപ്പോഴും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്നുള്ളത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ അവർ ശ്രമിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. ചിലപ്പോൾ മുമ്പേ നിങ്ങൾക്ക് തന്ന ഒരു എക്സാമ്പിൾ പറയുന്നത് മാത്രമേ ഉള്ളൂ, മുമ്പേ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബുക്ക് തന്നിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇപ്പം നിങ്ങൾ ബ്രേക്കപ്പായി ഭയങ്കര അത്യാവശ്യം നല്ല രീതിയിൽ വഴക്കൊക്കെ ആയിട്ട് ബ്രേക്കപ്പ് ആയിരിക്കുകയാണ്, പക്ഷെ ആൾ ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്ക് നിങ്ങളോട് സംസാരിക്കണം, അതായത് നിങ്ങൾ എങ്ങനെ അവരോട് പെരുമാറും എന്നുള്ളതൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആൾക്ക് നിങ്ങളോട് സംസാരിച്ചേ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആള് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കണതായിരിക്കും. മുമ്പേ ഒരു ബുക്ക് തന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ ആ ബുക്ക് വേണം എന്നുള്ളൊരു കാരണം പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും ആള് വിളിക്കുന്നുണ്ടാവുക. അതായത് ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ റീസൺസ് ഉണ്ടാക്കിയിട്ട് അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരിപ്പോഴും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, അവർക്കിപ്പോഴും നിങ്ങൾ ഇഷ്ടമാണ് എന്നുള്ളതാണ്. നാലാമത്തെ ഒരു കാര്യം എന്താണെന്നുള്ളത് അറിയോ? നിങ്ങൾ മുമ്പേ രണ്ടുപേരും ഒരുമിച്ച് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരുമിച്ചിരുന്ന് കുറേ സംസാരിച്ചിട്ടുണ്ടായിരിക്കും, കുറേ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ അതായത് നിങ്ങളുടേതായിട്ടുള്ള കുറേ മെമ്മറീസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പൊ ഇതുമായി കണക്ട് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇവർ കണ്ടു കഴിഞ്ഞാൽ, ജസ്റ്റ് ഒരു റീല് കണ്ടു കഴിഞ്ഞാലും അത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. ചിലപ്പോൾ അത് കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് ആർക്കും ഒന്നും മനസ്സിലാവില്ല, ഇതിലെന്താ പറയുന്നത് എന്നുള്ളതായിരിക്കും ബാക്കിയുള്ളവർക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം നിങ്ങൾ രണ്ടുപേരും അങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ അതായത് നിങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മെമ്മറിയുമായി കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള
ഓരോ ചിലപ്പോൾ റീൽസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടാവുക. അങ്ങനെ പഴയ മെമ്മറീസ് അതുമായി കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇവർ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്ത് തരും എന്നുള്ളതാണ്. ഇത് എല്ലാവരിലും പോസിബിൾ അല്ല കേട്ടോ, എല്ലാവരും ഇത് ചെയ്യും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതായത് രണ്ടുപേരും മിണ്ടുന്നേ ഇല്ല. ഇപ്പോൾ ആൾക്ക് നിങ്ങളോട് മിണ്ടാനോ മെസ്സേജ് അയക്കാനൊക്കെ പേടിയാണെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ ഷെയർ ചെയ്ത് തരാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരിലും പോസിബിൾ അല്ല. എന്നാലും അങ്ങനെ ആരെങ്കിലും ചെയ്തു തരുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ആരുടെയെങ്കിലും എക്സ് അങ്ങനെ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് തന്നെയാണ്. അവർ ഇപ്പോഴും നിങ്ങളെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ആ പഴയ ഓർമ്മകളൊക്കെ ഇപ്പോഴും അവരുടെ മനസ്സിലുണ്ട്. അത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതൊക്കെ അവർ ഇപ്പോഴും ആഗ്രഹിക്കേണ്ടത് എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തെ ഒരു കാര്യം എന്താണെന്നുള്ളത് അറിയോ? നിങ്ങളെ അവർ കാണുകയാണെന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ എവിടെയെങ്കിലും വെച്ച് നിങ്ങളെ കാണുകയാണെന്നുണ്ടെങ്കിൽ ആൾ കുറച്ച് ഇമോഷണൽ ആയിട്ടായിരിക്കും നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നുണ്ടാവുക. ഇല്ലെങ്കിൽ ഭയങ്കര നെർവസ് ആയിട്ട് ആൾ പെരുമാറും എന്നുള്ളതാണ്. അതായത് ആൾക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് അറിയില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴും അവരോട് ദേഷ്യം ഉണ്ടായിരിക്കോ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അവരുണ്ടായിരിക്കും, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ആളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അപ്പൊ ആൾ കുറച്ച് നെർവസ് ആയിട്ടും ഒക്കെ ആയിരിക്കും നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നുണ്ടാവുക. അതേപോലെ ചിലപ്പോൾ കുറച്ച് ഇങ്ങനെ വിഷമം വരുന്ന പോലെയൊക്കെ ആളിങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് പ്രകടിപ്പിക്കണം, അതായത് പറയാൻ പറ്റില്ല, പക്ഷെ ആൾക്ക് പ്രകടിപ്പിക്കണം ആളുടെ ഉള്ളിൽ നിങ്ങൾ ഇപ്പോഴും ഉണ്ട്, അതായത് നിങ്ങളോട് ഇപ്പോഴും ആൾക്ക് ഇഷ്ടമുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെയൊക്കെ ചിലപ്പോൾ കാണിക്കുന്നുണ്ടാവുക. ചിലപ്പോൾ റിയലായിട്ടും അവർക്കത് വരുന്നതായിരിക്കും കേട്ടോ. റിയലായിട്ട് അവർക്ക് ആ ഒരു വിഷമമുള്ളതുകൊണ്ട് അതങ്ങനെ നിങ്ങൾ കാണുമ്പോൾ പുറത്തേക്ക് വരുന്നതായിരിക്കും. അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും മനസ്സിലാക്കുക അവർക്ക് നിങ്ങൾ ഇഷ്ടമാണ് എന്നുള്ളത്. അതിപ്പോൾ ജസ്റ്റ് അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിലും, അതായത് അവരങ്ങനെ സങ്കടം വരുന്ന പോലെ അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളോട് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ജീവിതത്തിലേക്ക് വരണം എന്നുള്ളത് അവർ ചിന്തിക്കില്ലല്ലോ. അങ്ങനെ ഒരു ചിന്ത ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചിലപ്പോൾ അഭിനയിച്ചിട്ടാണെങ്കിലും കാണിക്കേണ്ടത് അങ്ങനെയും ലുക്കൊന്ന് റെഡി ആവട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അപ്പൊ അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെയാണ്. അതേപോലെ ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നുള്ളത് അറിയാം. അവരിപ്പോ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം മാറ്റണം എന്ന് കുറെ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതായത് എന്തെങ്കിലും ഒരു സ്വഭാവം ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം നിങ്ങൾ മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം അവർ മാറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. അങ്ങനെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് ഒരുതരം ഹോപ്പാണ്. അങ്ങനെ മാറിയാൽ നിങ്ങൾ വന്നാലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ അവർ അങ്ങനെ ചെയ്യുന്നതാണ്. സോ അവിടെയും ആ ഒരു പ്രതീക്ഷയും നിങ്ങളോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങളുടെ എക്സ് ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുമായുള്ള ലൈഫ് അവരിപ്പോഴും ആഗ്രഹിച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ ഒരിക്കലും അതിലേക്ക് പോകണം എന്നുള്ളത് ഞാൻ പറയില്ല. കാരണം നിങ്ങൾ ചിലപ്പോൾ കുറെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ സമാധാനം കിട്ടിയിട്ടുണ്ടാവില്ല. സോ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങളിലേക്ക് പോയാൽ മതി. എന്നാലും അവരെ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അത് നിങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കിയെടുക്കുക. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ വേണമെന്ന് തോന്നുന്ന ആളുകളൊക്കെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്